ധ്യാനെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നു. ചില സിനിമകളോട് മാത്രം ധ്യാനിന് കുറച്ച് കോൺഫിഡൻസ് കൂടുതലുണ്ട്. ഈ വളയ്ക്ക് കോൺഫിഡൻസ് കൂടുതലുണ്ടോ അതോ എന്താകുമെന്ന് അറിയാത്ത ന്യൂട്രൽ സ്റ്റേജ് ആണോ അതോ നെഗറ്റീവ് സ്റ്റേജ് ആണോ? അത് നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നില്ലാത്ത സ്റ്റേജാ. കണ്ടില്ല കേട്ടോ. ആണല്ലേ? ഓടുകുതിരയില് ഞാൻ എന്നിട്ട് ഓടുകുതിര ചാടുകുതിരയുടെ പ്രൊമോഷൻ സമയത്ത് അവരോട് ചോദിച്ചു ധ്യാൻ ശ്രീനിവാസൻ ഇതിനകത്ത് ഉണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറയാ അത് ആദ്യത്തെ പോസ്റ്ററിൽ വെച്ചതാ, പിന്നെ മാറ്റിയായിരുന്നു. അതെ പോസ്റ്ററിന് മാറ്റി. ഇനി മാറ്റിയോ പടത്തിൽ? ഒരു കിടിലൻ കോംബോ ആയിട്ട് വീണ്ടും ഒരു സിനിമ വിശേഷമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ധ്യാൻ ബ്രോ, എന്താണ് വള? അതെന്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, സ്റ്റോറി ഓഫ് എ ബാങ്കിൾ. അത് സംശയം നിന്നെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ സംശയം ചോദിക്കുന്നുള്ളതുകൊണ്ടാണ് അതിന്റെ താഴെ തന്നെ വട്ടക്കാലത്തിൽ സ്റ്റോറി ഓഫ് എ ബാങ്കിൾ. നെക്സ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാല് പെപ്സി. പിന്നെ വരാൻ പോകുന്നത് അത് ഡിറ്റർജന്റ്. വേണേ കുറച്ച് അടിച്ചോ. അടിച്ചു ശരിക്കും അടിക്കും, പതയട്ടെ. പൊട്ടിത്തെറി പതയുന്നുണ്ടല്ലേ? ഈ ഫോൺ നമ്മളിങ്ങനെ പതിഞ്ഞിരിക്കുന്ന ഫോൺ ഇങ്ങനെ നമ്മുടെ കയ്യിൽ താഴേക്ക് ഉണ്ട്. പൊട്ടാൻ ചാൻസ് ഉണ്ടോ? പറയാൻ പറ്റില്ല. സാധാരണ ഫോണെങ്കിൽ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ പോലും ഒരു 10,000 രൂപയ്ക്ക് മുകളിലേക്ക് അതിന് കോസ്റ്റ് വരും. പക്ഷെ ഇത് ഓപ്പോടെ F31 സീരീസ് ആണ്, ഇത് പൊട്ടത്തില്ല. ഒന്ന് എറിഞ്ഞു ഞാൻ പൊട്ടിത്തരാണ്. ഫോണിനകത്ത് 5G++ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്വർക്ക് സ്പീഡ് കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായിരിക്കും. മാത്രമല്ല ഫോൺ ഗെയിം കളിക്കാറുണ്ടോ? ഇല്ല. ഫോട്ടോ വീഡിയോ എടുക്കാറുണ്ട്? ഇല്ല. ഒന്നും എടുക്കാറില്ല. പിന്നെ ഫോൺ എന്തിനാ? ആരും വിളിക്കുമ്പോ എടുക്കാൻ. കുറെ നേരം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഫോണിനകത്ത് ഹീറ്റ് ആവാറുണ്ടോ? ഫോൺ ഹീറ്റ് ആവാറുണ്ടാവും. ഹീറ്റ് ആവുന്ന അത്ര ഉപയോഗിക്കാറില്ല. ഇതെല്ലാം കൂടെ എന്തിനു കിട്ടും? എത്ര കിട്ടും? അതൊരു ചോദ്യം. എത്ര രൂപയ്ക്ക് തരും? അല്ല, എത്ര രൂപ തരും ഈ ഒരു ഫോണിന്? ഈ ഒരു ഫോണിന് എല്ലാം കൂടെ ഒരു 5,000 രൂപ തരും. അത് ഭയങ്കര കുറവാ. അത് ഭയങ്കര കുറവാ. 5,000 രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങളുള്ള വേറൊരു ഫോൺ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എന്നാ പിന്നെ എല്ലാം ഇത്രയും ഉള്ളതുകൊണ്ട് 45,000 തരാം. 45,000 രൂപ ധ്യാൻ ചേട്ടൻ ആയോണ്ട്, വിനീതേട്ടൻ അനിയനായോണ്ട് എനിക്കൊരു 22,999 രൂപ വന്നു കഴിഞ്ഞാൽ ശ്രീനിവാസന്റെ മോനും കൂടെ ആയതുകൊണ്ട് 15,000 രൂപ. ഇവിടേക്ക് ചോദിക്കുന്ന ആൻസർ എങ്കിലും കിട്ടുള്ളൂ. നിങ്ങളൊക്കെ വേറെ പിരിപിരിപ്പ. എന്താണ് ഈ വള? മേനോൻ മറ്റേ ചോദ്യമായിരിക്കും. ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കാൻ കാരണം സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണോ അതോ പേയ്മെന്റ് ആണോ അതോ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ആണോ? അതിനെന്താ ഉത്തരം പറയണത്? പേയ്മെന്റ്. അതാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തന്നല്ലോ. 50 വർഷം ആഘോഷിക്കാൻ പോണേ ഞങ്ങൾ ഓണത്തിന്, അടുത്ത ഓണത്തിന്. 50 വർഷം മലയാള സിനിമയിൽ നിന്ന് ഒരാളാണ്. വിനേശന്റെ പാട്ടില് ഒരു ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര സുന്ദരിയായിട്ട് സുന്ദരിയായ അമ്മ. അതെ, അവർ എങ്ങനെയുണ്ട്? നമ്മൾ ആ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് മിററിൽ നോക്കുന്ന ഒരു മൂമെന്റ് ഉണ്ടല്ലോ. ഓഫ് കോഴ്സ് നമ്മൾ എല്ലാ വേഷങ്ങളും ചെയ്യണം. എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര രസമായിരുന്നു. ഞാൻ മിററിൽ നോക്കിയില്ല. അതുപോലെ എനിക്ക് ഭരതേട്ടന്റെ അച്ഛൻ എന്തോ സെമിനാരിയിൽ പഠിക്കാൻ പോയതാന്നൊരു സ്റ്റോറി. എന്റെ അച്ഛനോ? അച്ഛനല്ല, ഞാൻ ചേട്ടൻ. സോറി. എന്റെ അച്ഛൻ സെമിനാരിൽ പോയി ഞാൻ ഇങ്ങനെ വെച്ചോ. ഇന്ന് ഞങ്ങൾക്ക് സിനിമയ്ക്ക് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പൊ എനിക്കൊക്കെ ധൈര്യമായിട്ട് പോയി കാണാം. എല്ലാവർക്കും കാണാം. ഞാൻ ചെറിയ കുട്ടിയാ. എന്താ പറയാ, സർവ്വ ജീവജാലകങ്ങൾക്കും കാണാവുന്ന രീതിയിലാണ് യു സർട്ടിഫിക്കറ്റ്. യു സർട്ടിഫിക്കറ്റ് യു എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഡെഫിനിഷൻ അങ്ങനെ എന്തോ ഉണ്ടല്ലോ. ഓക്കെ, വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ. ഞാൻ യു കാണാറില്ല. എന്താ കാണുന്നത്? എല്ലാം.
Shweta, Diwali special episode. thank you. Jaleb, oh, you are so I'm judging your characters by. Oh, you are. Now I'm a jalebi. You are a jalebi. Unga mudiyo adva. இதுதான் ஓ முடி ஓகே എനിക്ക് എന്നെ നോക്ക് ഒന്നുമേ എടുക്ക മാട്ടേൻ ഞാൻ ഡയറ്റ് பண்ணிட்டு இருக்கேன். അയ്യോ എന്റെ ഇത് പറഞ്ഞില്ല, ഞാൻ പേട എടുത്ത് എന്തെന്താ അങ്ങനെ എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ കൈനോട്ടക്കാരിയാ. ഇന്ന് വേணுமா அந்த പ്ലേറ്റ് ഇங்கே വെച്ചുക്കുமா വെച്ചുக்கிட்டுமா ഇങ്ങനത്തെ കുറച്ച് ஓகே ஓகே புரியுது புரியுது അത് எப்படி വെച്ചുக்கிட்டுமா എങ്ങനെ വെച്ചുக்கிட்டுமா வெச்சிட்டுமா வச்சுட்டுமா எடுத்து சாப்பிடுங்க அந்த மூடு தான். என்னோட லுக் பார்த்துட்டு நீங்க பெரிய லெவல்ல இருந்து நினைச்சிருக்காங்க. அப்படி நினைக்கல ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊമോഷനൊക്കെ വരുമ്പോൾ നമുക്ക് അധികം റിവീൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ആക്ടേഴ്സ് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ? പ്രിപ്പയർ ചെയ്യാറില്ല. ആ തേനീച്ച എന്തായിരുന്നു സംഭവം? ഇനി വേറെ ആരെങ്കിലും പറ. തേനീച്ചക്ക് രണ്ട് മുഖം തേനീച്ചക്ക് രണ്ട് മുഖോ? അങ്ങനെയല്ലേ? ഉണ്ടോ? ക്രിസ്ത്യാനിയോട് ഇഷ്ടം ചോദിച്ചതാ. ഭയങ്കര ടഫ് ചോദ്യമാണ്. ഒന്ന് ഇപ്പൊ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ് ആ ചോദ്യം. എനി ഡേ മെസ്സിയാണ് ലോകം ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും കഴിവില്ലാത്ത ഒരു ഗോഡ് ഗിഫ്റ്റഡ് ആണ് മെസ്സി എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ക്രിസ്ത്യാന അങ്ങനെ ഗിഫ്റ്റഡ് അല്ലാന്ന് തോന്നിയിട്ടുണ്ട്, ട്രെയിൻഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യാനാണ് ഏറ്റവും എനിക്ക് നെയ്മറാണ് ഇഷ്ടം. പറയുന്നില്ല നമ്മൾ ആക്ച്വലി എന്തായിരുന്നു അല്ല എല്ലാം ഒരു 1-1.5 വർഷം ഗ്യാപ്പിന് നടക്കാം. സീരിയൽ കില്ലറാണോ? അല്ല, സീരിയൽ കില്ലർ പോലെ ഫസ്റ്റ് ഒരു റിലേഷൻ കൃത്യം 1.5 അല്ല, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഒരു വർഷം 1.5 വർഷം ആ ഗ്യാപ്പ്. ഇവിടെ മാച്ച് ആവാൻ തോന്നുന്നില്ലേ? ഇല്ല, നമുക്ക് വേണ്ട, നമ്മൾ വേറെ അടുത്ത് കണ്ടുപിടിക്കും. സെറ്റാക്ക് പവർ